നോർമൽ എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി പരസ്യം വെച്ച് കഴിഞ്ഞാൽ നോർമൽ തന്നെയാണെങ്കിൽ അത് ആവില്ല. ആകാത്തതിനോ തിരികെ കൊടുക്കേണ്ടി വരും. കിൻഡർ ഹോസ്പിറ്റലിന്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് പച്ച പിടിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ കൊലക്ക് കൊടുത്തു. വളരെ പൈശാചികമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നത്. ഇവിടെ ഇനി വേറെ ആർക്കും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി 10 ദിവസം ജീവിച്ചുള്ളെങ്കിലും അവള് കാരണം ഇനി ഇവിടെ ആർക്കും അങ്ങനെ വരില്ല. അതുമാണ് എന്റെ ബേബിയുടെ പർപ്പസ്. എന്റെ ബേബി ഒരു ഏഞ്ചൽ ബേബിയാ. കിൻഡർ ഹോസ്പിറ്റലിൽ ഒരു അമ്മ ഡെലിവറി ടൈമിൽ ആ ഡോക്ടറെ അടുത്ത് അങ്ങോട്ടേക്ക് പറയുകയാണ്. ഡെലിവറി വേളയിലാണ്, പ്രസവ ടൈമിലാണ്. ഡോക്ടറെ അടുത്ത് അങ്ങോട്ടേക്ക് പറയുകയാണ്, ഡോക്ടർ എനിക്കിത് സാധിക്കുന്നു തോന്നുന്നില്ല, എനിക്ക് ഓക്കെ ആവുന്നില്ല, നമുക്ക് സിസേറിയനിലേക്ക് മാറിയാലോ എന്ന്. പക്ഷെങ്കിൽ ഡോക്ടർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളും നടന്നു. ചെയ്തോ ഞാൻ പറഞ്ഞു. എന്നിട്ടും അവരെന്നെ ചെയ്തില്ല. നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ ആക്കിയതാ. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവര് നോർമൽ ഡെലിവറി ആക്കി എടുത്തതാ. അവരുടെ ബിസിനസിന് വേണ്ടിയിട്ട്. എന്റെ കൊച്ചു പോയില്ലേ ഇപ്പൊ. ഹൈപ്പർ ടെൻഷൻ വന്നിട്ടാണ് കൊച്ചിന് ഇത് സംഭവിച്ചിരിക്കുന്നത്. വേറെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അത് ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അതെ വെയിറ്റ് ചെയ്ത് 3 വർഷമായിട്ടാണ് കിട്ടിയത്. 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. എന്റെ ജോലിയൊക്കെ നിർത്തിയിട്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഞങ്ങൾ എന്തോ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാക്കിയ ബേബിയാന്നറിയോ, അതിനിങ്ങനെ വന്നു. അത് ഇവര് കാരണം. ഇവര് നോർമൽ ഡെലിവറി ആക്കണം എന്നുള്ള അജണ്ട കാരണം. പക്ഷെ ചെയ്യേണ്ട സ്ഥലത്ത് സിസേറിയൻ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇനി ഒരു ബേബിക്ക് ഇവിടെ വരരുത്. എന്റെ ബേബിയുടെ പർപ്പസ്, അവളുടെ ലൈഫിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇനി വേറെ ആർക്കും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി 10 ദിവസം ജീവിച്ചുള്ളെങ്കിലും അവള് കാരണം ഇനി ഇവിടെ ആർക്കും അങ്ങനെ വരില്ല. അതുമാണ് എന്റെ ബേബിയുടെ പർപ്പസ്. എന്റെ ബേബി ഒരു ഏഞ്ചൽ ബേബിയാ. ഇവർ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. ഇവർക്ക് ഒരു കേസ് സിസേറിയനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മാർക്കറ്റിംഗ് കുറയും അല്ലേ? അതായിരിക്കണം ഇവരുടെ മെയിൻ റീസൺ. അല്ലാതെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ആ അമ്മ തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് ന്യൂസിൽ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അമ്മ തന്നെ പറയുന്നത് കേൾക്കാം, ഞാൻ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് പറയുകയാണ്, എനിക്ക് സിസേറിയൻ ചെയ്തോളൂ ഡോക്ടറെ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ വിളിക്കും, ഞാൻ അവരുടെ അടുത്ത് പറയാം. ഡോക്ടർ അതിന് അനുവദിക്കുന്നില്ല. അതാണ് ആ സ്ത്രീ പറഞ്ഞു വരുന്നത്. അങ്ങോട്ട് ഡോക്ടറെ അടുത്ത് അങ്ങോട്ടേക്ക് പറയുകയാണ്. അതും ഈ സമയത്ത് ഈ ഡെലിവറി ടൈമിൽ അങ്ങോട്ടേക്ക് പറയുകയാണ് ഡോക്ടറെ അടുത്ത്, ഡോക്ടറെ എനിക്ക് സിസേറിയൻ ചെയ്തോളൂ, എനിക്ക് ഇതാവുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, സിസേറിയനിലേക്ക് കടക്കാം. എന്നിട്ടും ആ ഡോക്ടർ അതിനു വേണ്ടി ശ്രമിച്ചില്ല എങ്കിൽ, സിസേറിന് വേണ്ടി ശ്രമിച്ചില്ല എങ്കിൽ അതിന് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? വേറെ എന്തും ആയിക്കോട്ടെ, ഡോക്ടറാണ്, ഡോക്ടർ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കണം. പക്ഷെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇതിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു? ഈ സുഖപ്രസവത്തിന് മാത്രം. ഇതിൽ നിന്ന് വരുന്ന റിസ്ക് ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതിൽ നിന്ന് വരുന്ന എന്ത് ഭവിഷ്യത്തുകളും നമ്മുടെ കുട്ടിക്കും അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ കുടുംബത്തിനുമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചത് തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. ആ കുട്ടി നഷ്ടപ്പെട്ടു. ഒരു പിഞ്ചു കുഞ്ഞ്, എത്രയോ കാലങ്ങളായി കാത്തു നിന്നിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞ്. അതിന് വേണ്ടിയിട്ട് അഹോരാത്രം എത്രയോ അവരുടെ ജോലി കളഞ്ഞു, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ